നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഏക അംഗീകൃത വിതരണക്കാരായ രാധിയ മോട്ടോഴ്സിൻ്റെ പാലക്കാട് ഷോറൂമിലാണ്. നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഏറ്റവും പ്രൈഡായിട്ട് പ്രസൻറ്റ് ചെയ്ത 12 സീറ്റ് വാഹനമായ ട്രാവലർ 12 സീറ്റ് ലക്ഷറി വാഹനം. അതാണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത 3350 വീൽ ബേസിൽ വളരെ ലക്ഷറീസ് ട്രാവലിങ്ങിന് വേണ്ടി ഫോഴ്സ് മോട്ടോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വാഹനമാണിത്. ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ക്ലിയർ വിസിബിലിറ്റി നമുക്ക് തരുന്നതുകൊണ്ട് ഏത് നൈറ്റ് ഡ്രൈവിങ്ങിലും വളരെ സേഫായിട്ട് നമ്മൾക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല്, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നതിൻ്റെ ഇതിൻ്റെ ഗ്രില്ലുകളാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മൾക്കിത് പ്രൈഡായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇൻട്രാസിറ്റി ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അതും കൂടുതൽ ടൂർസ് ആൻഡ് ട്രാവൽസാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്രില്ല്, ഫ്രണ്ട് വിൻസ്ക്രീൻ ഗ്ലാസ്. ഡ്രൈവർക്കാണെങ്കിലും ഏത് സാഹചര്യത്തിലും എത്ര നൈറ്റ് ഡ്രൈവിങ്ങിലാണെങ്കിലും ക്ലിയർ വിസിബിലിറ്റിയാണ്. അത് ഏറ്റവും നല്ല സേഫ്റ്റി കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ഇതിൻ്റെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ പ്രത്യേക സ്റ്റൈലിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് സേഫ്റ്റി പാർട്ട് ആൾസോ ഇത് വളരെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് സേഫ്റ്റി ആയിട്ടും കിട്ടും. ഇതിൻ്റെ സ്റ്റൈൽ ലെവലിലും ഫോഴ്സ് മോട്ടോഴ്സ് നല്ല വ്യത്യാസങ്ങൾ ഇതിനെ വരുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഫോഗ് ലാമ്പ് ബെറ്റർ നൈറ്റ് വിസിബിലിറ്റി, അത് നമുക്ക് ഏത് ഹൈ ടെറൈൻസിൽ ഏറ്റവും ഹൈ മൗണ്ടൻ ടെറൈൻസിൽ പോവുകയാണെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നൈറ്റ് വിഷൻ നമ്മൾക്ക് ഇതിൽ ലഭിക്കാറുണ്ട്. പിന്നെ റിമാർക്കബിൾ ഹെഡ്ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ലെവലിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതും ബെറ്റർ നൈറ്റ് വിഷൻ, നമുക്ക് നൈറ്റ് വിസിബിലിറ്റി നമ്മൾക്കിത് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ആൾസോ ക്ലിയർ ബ്ലിങ്കിങ് ഇൻഡിക്കേറ്റർ എന്ന ലെവലിൽ ശ്രദ്ധിച്ചിരിക്കുന്ന സേഫ്റ്റി പാർട്ടാണ്. ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാമ്പ്, ഇതെല്ലാം ബെറ്റർ സേഫ്റ്റി ഫോഴ്സ് മോട്ടോഴ്സ് ഉറപ്പാക്കുന്നുണ്ട് ഈ വാഹനത്തിൽ. ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ എയറോഡൈനാമിക് സ്റ്റൈൽ, ഇത് അൺബീറ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇതിൻ്റെ ഈ ഫോഴ്സിൻ്റെ ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫോഴ്സ് മോട്ടോഴ്സ്. ഇതിൻ്റെ ഈ അട്രാക്റ്റീവ് ഡീക്കാൽസ്, പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പുതിയ ബസ് ബോഡി കോഡ് നോംസിൽ 100% ക്വാളിഫൈ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ ട്രാവലർ. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും നല്ല ഗ്ലാസുകൾ, എങ്ങനെ വേണമെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, ആ ടൈപ്പിലുള്ള ഗ്ലാസ്. ഇതിൻ്റെ 3330 mm ആണ് ഇതിൻ്റെ വീൽ ബേസ്. ഇതിൻ്റെ വീൽ ബേസ് 3350 വീൽ ബേസിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2550 ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഈസി ആയിട്ട് ഒരു 6 ഫീറ്റ് ആൾക്ക് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അതിനകത്ത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വണ്ടി റണ്ണിങ്ങിലാണെങ്കിലും ഏറ്റവും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ഫീറ്റ് ആൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിലൂടെ മൂവ് ചെയ്യാം, ഫ്ലെക്സിബിളായിട്ട് നടക്കാം. അതാണ് ഈ വാഹനത്തിൻ്റെ കംഫർട്ടിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ABS-ലാണ് വാഹനം വരുന്നത്. ഇതിൻ്റെ ടയർ 217/75 R15 ഇതിലാണ് ടയർ വരുന്നത്. ബെറ്റർ ABS എന്ന് പറയുമ്പോൾ ബെറ്റർ സേഫ്റ്റിയാണ് നമ്മൾ ഇതിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത്, ബെറ്റർ സേഫ്റ്റി. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1950 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്പണിംഗ് 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ നോർമലി ലഗേജ് നമുക്ക് ഇവിടെ വെക്കാം. ഇത്രയും സ്പേസ് ഉണ്ട്. അതാണ് ഈ ടൂർസ് ആൻഡ് ട്രാവൽസിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ ബർത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് പുറമെ ലഗേജിന് നമുക്ക് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. റൊട്ടേറ്റ് ലിവർ ആൻഡ് പുഷ് ഡോർ ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഫുൾ ലിവർ ആൻഡ് പുഷ് ഡോർ, അത് നോർമൽ തിങ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ്. ABS ഉണ്ട്.
ഇത്രയും വിട്ടുള്ളതുകൊണ്ട് ഫ്ലെക്സിബിളായിട്ട് റിലാക്സ്ഡ് ലെവലിൽ കസ്റ്റമേഴ്സിന് പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അടുത്ത ഫീച്ചേഴ്സ് വരുന്നത് ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. വളരെ ആകർഷണീയമായിട്ടുള്ള ടെയിൽ ലാമ്പ്. കോസ്മോട്ടോസ് ഓരോ ഭാഗത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭംഗി, അതിൻ്റെ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ്, ഫോഗ് ലാമ്പ്, ഇതെല്ലാം വളരെ ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ലോഗോ, ഫോഴ്സ് എന്ന ലോഗോ, ദ ട്രാവലർ ABS, ഇതെല്ലാം ഈ വാഹനത്തിൻ്റെ ഭംഗിയെ ഒന്നുകൂടി മാറ്റുകൂട്ടുന്നുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ നോംസ് പ്രകാരം ബസ് ബോഡി കോഡിൽ വരുന്ന റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സോട് കൂടി തന്നെയാണ് വാഹനം വരുന്നത്. ഇത് ആദ്യം ഇത് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് വന്നു. ഇതുപോലുള്ള ലാംപ്സ്, ഇതേപോലെ ടെയിൽ ലാംപ്സ്, എലഗൻ്റ് ആയിട്ടുള്ള ഷേപ്പ്, ഇതിൻ്റെ സ്റ്റിക്കേഴ്സ്, അതേപോലെ ഈ ടഫൻ ഗ്ലാസ്, ഇതെല്ലാം ഇതിലേക്ക് അഡീഷണലായിട്ട് കൂടുതലായിട്ട് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഭംഗിയും മാറ്റുകൂട്ടാൻ. ഇതിൻ്റെ റിയർ വ്യൂ മിറർ, ഇതും ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ബെറ്റർ വിസിബിലിറ്റി ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല വൈഡ് ആയിട്ടുള്ള റിയർ വ്യൂ മിറർ ഇതിന് പ്രദാനം ചെയ്യുന്നുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡോർ, ഇതാണ് എൻട്രി. ഈ ഭാഗത്തേക്ക് വരുന്ന എൻട്രി ഇതാണ്. ഇത് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ, ഗ്ലാസോടെ വിസിബിലിറ്റി, ഇതെല്ലാം പ്രത്യേകമായിട്ട് ഫോഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഹൈറ്റ്. ഇത്രയും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് പോകാം. 6 ഫീറ്റ് ഹൈറ്റുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് പോകാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ടൂർസ് ആൻഡ് ട്രാവൽസിലെ മേജർ ആൾക്കാരും ഈ വാഹനം ഓപ്റ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതാണ് ബസ് ബോഡി കോഡ്. ഇത് കംപ്ലീറ്റ് 100% നമ്മൾ ക്വാളിഫൈ ആണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. അതിൽ നമ്മൾ 100% ക്വാളിഫൈ ആയിട്ട് ഈ ലൈറ്റ്സുകൾ, ഇതേപോലുള്ള ലൈറ്റ്സ്, ഇതെല്ലാം നമ്മൾ 100% ഇതിൽ ക്വാളിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ AC ഡെക്റ്റ്, ഇത് ബെറ്റർ ബാക്ക് റോ AC, വളരെ നന്നായിട്ട് തന്നെ പാസഞ്ചേഴ്സിന് ഇതിൻ്റെ ACയുടെ കൂളിംഗ് ഇഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത നമ്മൾ ഇതിൻ്റെ സീറ്റാണ്. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ പുഷ് ബാക്ക് സീറ്റാണ്, റിക്ലൈനിങ് സീറ്റാണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. മാക്സിമം നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ സൈസിന് അനുസരിച്ചിട്ട് നമുക്കൊരു 1.5 mm വരെ നമുക്ക് പുഷ് ചെയ്ത് പ്രസ് ചെയ്ത് മാറ്റാൻ പറ്റും ഇതിൻ്റെ. ഡ്രൈവർക്ക് ഉള്ള സ്റ്റിയറിംഗ് കംഫർട്ട് ഇതിൽ പറയുന്നതിൽ കൂടുതൽ ജാസ്തിയാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്ത ഡ്രൈവർ സീറ്റ്, നല്ല അഡ്ജസ്റ്റബിൾ സീറ്റിംഗ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ആക്സിലറേഷൻ, കംഫർട്ട് ആക്സിലറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആക്സിലറേഷൻ പാഡ് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്രേക്ക്, ബെറ്റർ ബ്രേക്ക് എഫിഷ്യൻസി നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡ്രമ്മും ബാക്ക് ഡിസ്ക് ബ്രേക്കുമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്രേക്കിംഗ് അൺബീറ്റബിൾ ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പവർ സ്റ്റിയറിംഗ് ഓപ്ഷനാണ്. അതുമാത്രമല്ല ഇതിന് 6.5 mm ടേണിംഗ് റേഡിയസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് വാഹനം ഏത് ലെവലിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതാണ് കൂടുതലായിട്ടും ടൂർസ് ആൻഡ് ട്രാവൽസിൽ നമ്മൾ ഇത് കസ്റ്റമേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതും. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് അൺബീറ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. You're lying that bad. King can only wait till instead comes that day. It's off with his head. The night gets dark, it's right before dawn. Don't kill you, makes you more strong. But have my mercy then when you're gone. Nights go on, waiting for a light that never comes. I chase the sun, waiting for a light that never comes.
ബെറ്റർ കംഫർട്ട്, ഡ്രൈവർക്ക് ഒരു കംഫർട്ട്നെസ് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ പാസഞ്ചർക്ക് കൊടുക്കുന്ന സെയിം കംഫർട്ട് തന്നെ ഡ്രൈവർക്കുള്ള സീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും വിഷൻ്റെ കാര്യത്തിലും സ്റ്റിയറിങ്ങിൻ്റെ ആണെങ്കിലും ഈ ആക്സിലറേഷൻ്റെ കേസിലുള്ള ആ കംഫർട്ട് സോൺ ആണെങ്കിലും ബ്രേക്കിൻ്റെ എല്ലാം ഫോഴ്സ് മോട്ടോഴ്സ് വളരെ വ്യക്തമായിട്ട് ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ഇതിൻ്റെ പാനൽ എല്ലാം കോമ്പാക്റ്റ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് AC, സ്വിച്ചസിൻ്റെ പാനൽ, അതുപോലെ റാക്ക്, എന്തെങ്കിലും തിങ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള റാക്ക്, ഇതെല്ലാം ഒരു പാനലിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് ഇലക്ട്രിക്കൽസ്, നമുക്ക് ഇത് ചാർജറാണ്, ഇത് നമുക്ക് ഏതും ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ ഇത് നമുക്ക് ചെയ്യുവാണെങ്കിൽ എൻറ്റയർ പുറത്തുള്ള 4 ലൈറ്റ്സ് നമുക്കിത് ഓണാവും. ഇത് സിഗ്നൽ വരും. കംപ്ലീറ്റ് ഔട്ട്സൈഡിലുള്ള എല്ലാ ലൈറ്റ്സും ഓണായിട്ടുള്ള ലൈറ്റാണ്. ഓണാക്കണമെങ്കിൽ ഈ ലൈറ്റ് ഉണ്ട്. ഇത് ഇൻറ്റീരിയറിലുള്ള നോർമൽ ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് ആണ്. LED സെപ്പറേറ്റ് സ്വിച്ചസ് ഉണ്ട്. ഈ ബസ് ബോഡി കോഡിൻ്റെ LED പ്രവർത്തിപ്പിക്കാനുള്ള സ്വിച്ചസ് ആണിത്. ഇത്രയും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക്, ഇതാണ് പാർക്കിംഗ്. ഗിയർ സിസ്റ്റം, ഒരു പാനൽ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിന് നമ്മൾക്ക് ഇതിൻ്റെ ഗിയർ കേബിള് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഗിയർ റാഡ് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത്രയും വളരെ ഫ്ലെക്സിബിൾ മൂവ്മെൻ്റ് ആയിരിക്കും, വളരെ സ്മൂത്താണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും നല്ല വൈഡ് സ്ക്രീൻ. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇതാണ്. ഡ്രൈവർക്കും സെയിം ലെവലിൽ തന്നെ സേഫ്റ്റി, കംഫർട്ട്, ഇത് രണ്ടും നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. പാസഞ്ചർ ഇത് നോർമലി ഈ ട്രാവലർ എന്ന വാഹനം ഒരു കാർ പോലുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു VE പമ്പ്. ഈ മെക്കാനിക്കൽ പമ്പിൻ്റെ പ്രത്യേകത ആക്സിലറേഷൻ, ബെറ്റർ ആക്സിലറേഷൻ കിട്ടുന്നത് തന്നെ ഈ മെക്കാനിക്കൽ പമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ആ ഹോഴ്സ് പവറുള്ള ജനറേഷൻ, അതേപോലെ ആ കോമ്പിനേഷനിൽ തന്നെ വരുന്ന മൈലേജ്, ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ളൊരു ലെവലിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ട്രാവലർ പൊതുവേ ചാസി ബിൽറ്റ് വെഹിക്കിൾ അല്ല, ഇതൊരു കാറ് പോലുള്ളൊരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാറാണ്, അതുകൊണ്ട് നോയ്സ് എന്നൊരു സംഭവം നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. ഏറ്റവും ലെസ് നോയ്സ്, അതാണ് നമ്മൾ ഇതിൽ ഉറപ്പാക്കുന്നത്. ഈ വാഹനം മെക്കാനിക്കൽ പമ്പിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഈ മെക്കാനിക്കൽ പമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മെക്കാനിക്കൽ പമ്പിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല 75 HP ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെറ്റർ മൈലേജ്, അതാണ് ഈ മെക്കാനിക്കൽ പമ്പിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. 12 കിലോമീറ്റർ മൈലേജ് നമ്മൾക്കിതിൽ ഉറപ്പാക്കാൻ പറ്റും, അഷ്വർ ചെയ്യാൻ പറ്റും. 12 കിലോമീറ്റർ മൈലേജ്, വലിയ കംപ്ലയിൻറ്റ് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പമ്പ് 75 HP ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു അതുല്യമായ ഒരു കോമ്പിനേഷനാണ് ഫോഴ്സ് മോട്ടോഴ്സ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ പാർട്ടിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. വാണിജ്യ വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ പുതിയ വാഹനങ്ങളുടെ ശ്രേണികളുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.
ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഡീലർ അക്കൗണ്ട്സ് മാനേജർ മിസ്റ്റർ ഹരീഷ് പുരുഷോത്തമനോടൊപ്പം രാധിയ മോട്ടോഴ്സ് ജനറൽ മാനേജർ കോകില അശോകൻ. You're lying, that king can only wait till instead comes that day, it's off with his head.